ഹലോ, ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ എന്താണെങ്കിലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ 2025 ജനുവരി 21 സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലെ പുതിയ ചേഞ്ചസ് IRCC കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ടും ഇപ്പോൾ എന്തൊക്കെയാണ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നുള്ള പുതിയ ചേഞ്ചസും എന്തൊക്കെയാണ് ഒക്യുപ്പേഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ വർക്ക് പെർമിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ കുറേ ഗവൺമെന്റ് കുറേ റെസ്ട്രിക്ഷൻസും അതുപോലെ റൂൾ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടായിരുന്നെങ്കിൽ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് അത്ര വലിയ സീനില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് അവരെ സ്പൗസസിനെ SOWP അപ്ലൈ ചെയ്യണമെങ്കിൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ വർക്ക് പെർമിറ്റിൽ ഇനി അങ്ങോട്ട് മിനിമം 16 മാസത്തിന് മേളിൽ അവർക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കണം അവരുടെ വർക്ക് പെർമിറ്റിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരുടെ സ്പൗസസിന് SOWP അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ഈ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് Tier 0 Tier 1 അല്ലെങ്കിൽ Tier 2 3 സ്പെസിഫിക് ഓക്യുപ്പേഷൻസിലായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവരുടെ സ്പൗസസിന് SOWP അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞ വർക്ക് പെർമിറ്റിന്റെ കാര്യമായിരുന്നു. വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ സ്പൗസിന്റെ കാര്യമാണ്. ഇനി സ്റ്റഡി പെർമിറ്റ് ഉള്ളവരുടെ കാര്യമാണ് എങ്കിൽ സ്റ്റഡി പെർമിറ്റിന് അതായത് സ്റ്റുഡന്റ് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അവർ ഒരു ഏകദേശം ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് സ്റ്റഡി പെർമിറ്റ് വാലിഡ് ആയിട്ടുള്ള സ്റ്റഡി പെർമിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന ഏത് കോഴ്സ് എന്തുവാണെങ്കിലും തന്നെ ആ ഒരു 16 മാസത്തെ കോഴ്സ് ആയിരിക്കണം. അതായത് മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നവർ 16 മാസത്തിലും കൂടുതലുള്ള ഒരു ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല PhD പഠിക്കുന്നവരാണ് അവർക്കും അവരുടെ സ്പൗസസിനും SOWP അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ പിന്നെ പ്രൊഫഷണൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ, അതുപോലെ തന്നെ ലോ, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ പ്രോഗ്രാംസിൽ വരുന്നത്. അങ്ങനെ കോഴ്സ് പഠിക്കുന്നവർക്കും അവരുടെ സ്പൗസസിന് SOWP എലിജിബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ഇനി വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരെ സ്പൗസസിന് SOWP അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയാസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, അതായത് Tier 0 1 കാറ്റഗറിയിലുള്ള ജോബ്സ് എല്ലാം നമുക്ക് പറ്റും. എന്നാൽ 2ഉം 3ഉം എടുക്കുമ്പോൾ അതിലും കുറച്ച് ജോബ്സ് നമുക്ക്, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ജോബ്സ് ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ജോലിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ Tier 3ൽ ജോബ്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ടിയർ കോഡ് നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് 33100 എന്ന ഒരു ഇതാണെങ്കിൽ അതിൽ ഡെന്റൽ അസിസ്റ്റൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 33102 അത് നഴ്സ് എയ്ഡ്സ് ആൻഡ് പേഷ്യന്റ് സർവീസ് ആണ്. പിന്നെ 73101 എന്ന് പറയുന്നത് ടൈൽ സെറ്റേഴ്സും 73200 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ഇൻസ്റ്റാളേഴ്സ് ആണ്. പിന്നെ 73300 എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവേഴ്സ് ആണ്. പിന്നെ 73400 ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതാണ് മെയിനായിട്ട് Tier 3 ജോബ്സിൽ വരുന്നത്. ഇതുകൂടാതെ കുറച്ചും കൂടി ഉണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് Tier 2ൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് ആണ്. അവരുടെ സ്പൗസസിനും SOWP എലിജിബിൾ ആണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നത് 22100 കെമിക്കൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് ആണ്. പിന്നെ 22110 ബയോളജിക്കൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് ആണ്. പിന്നെ വരുന്നത് 22112 ഫോറസ്ട്രി ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് ആണ്. പിന്നെ 22220 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് വെബ് ടെക്നീഷ്യൻസ് ആണ്. പിന്നെ 22312 ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻസ് ആൻഡ് മെക്കാനിക്സ് ആണ്. പിന്നെ 32101 ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസും 32110 ഡെന്റൂറിസ്റ്റും പിന്നെ 72010 സൂപ്പർവൈസേഴ്സ് ഇൻ മെഷീനിങ് ആൻഡ് മെറ്റൽ ട്രേഡ്സ് ആണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള Tier 2 ഓക്യുപ്പേഷൻസും Tier 3 ഓക്യുപ്പേഷൻസും. പിന്നെ ലോ സ്കിൽഡ് ആയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് 0 1 2 3 ഇത്രയൊക്കെയാണ് ഹൈ സ്കിൽഡ് ഓക്യുപ്പേഷൻസ്. പിന്നെ ലോ സ്കിൽഡ് ഓക്യുപ്പേഷൻസ് ആയിട്ടുള്ള Tier 4ഉം Tier 5ഉം അത്രയും ജോബ്സ് ഉള്ള വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനെ ടോട്ടൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SOWP അപ്ലൈ ചെയ്യുന്നതിന് എലിജിബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതും സ്പൗസസിന്റെ. അതായത് ആദ്യം നമുക്ക് സ്റ്റുഡന്റിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡന്റിന് അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പെർമിറ്റ് ഉണ്ടായിരിക്കണം, സ്റ്റഡി പെർമിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റ് ഒന്നെങ്കിൽ 16 മാസത്തോളമുള്ള കോഴ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ PhD അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന
സ്റ്റഡീസ് തന്നെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അത് മാത്രമല്ല അവർക്ക് ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിരിക്കും വേണം. അതുകൂടാതെ അവരുടെ സ്റ്റഡി പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ടൈമിലായിരിക്കരുത് അവർ നിൽക്കുന്നത്, ആ നേരത്തെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിന് മുമ്പായിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞത് സ്റ്റുഡൻ്റ് കാര്യമാണ്, നമ്മൾ പറയുന്നത് വർക്ക് പെർമിറ്റ് ഹോൾഡറിൻ്റെ കാര്യമാണ്. അതിനായിട്ടാണെങ്കിൽ ഒരു ഫുൾ ടൈം ജോബ് ഓഫർ ലെറ്റർ നമുക്ക് വേണം. അതുമാത്രമല്ല വാലിഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കണം. ഇതുകൂടാതെ നമ്മൾ ഫിസിക്കലി കാനഡയിൽ പ്രസൻ്റ് ആയിരിക്കണം, സ്പൗസിൻ്റെ പാർട്ണറായിട്ടുള്ള വർക്ക് പെർമിറ്റ് ഹോൾഡർ. പിന്നെ അതുമാത്രമല്ല നമുക്കും വർക്ക് പെർമിറ്റ് ഹോൾഡറിനും അവരെ വർക്ക് പെർമിറ്റിനെ നിയർ എക്സ്പയറി സമയത്ത് ആയിരിക്കരുത് SOWP എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, അതിന് മുമ്പായിരിക്കണം. ഇത്രയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസും റിക്വയർമെൻറ്റ്സും ഈ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ. ഇനി Tier 2-ൻ്റെയും 3-ൻ്റെയും എൻ്റെയർ ആയിട്ട് ഏതൊക്കെയാണ് ജോലികൾ വരുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരുപാട് ഓക്യുപ്പേഷൻസ് നമുക്ക് വരുന്നുണ്ട്. Tier 2-ലായാലും Tier 3-ലാണെങ്കിലും എന്തൊക്കെയാണ് സ്പെസിഫിക് ഓക്യുപ്പേഷൻസ്, എന്തെങ്കിലുമൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് നോക്കി ആ ജോലി ഉള്ളതാണെങ്കിൽ നമുക്ക് SOWP അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ കാറ്റഗറിയിലോ ഓക്യുപ്പേഷനിൽ വരുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കി SOWP അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എലിജിബിൾ ആണെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്കിനി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള Tier 2 ജോബ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് 22100 കെമിക്കൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്, പിന്നെ 22101 ജിയോളജിക്കൽ ആൻഡ് മിനറൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്, 22110 ബയോളജിക്കൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്, 22111 agricultural and fish products inspectors, 22112 forestry technologists and technicians, 22113 conservation and fishery officers, 22114 landscape and horticulture technicians and specialists, 22210 architectural technologists and technicians, 22211 industrial designers, 22212 drafting technologists and technicians, 22213 land survey technologists and technicians, 22214 technical occupations in geomatics and meteorology, 22220 computer network and web technicians, 22221 user support technicians, 22222 information systems testing technicians, 22230 non-destructive testers and inspectors, 72014 contractors and supervisors, other construction trades, installers, repairers and servicers, 72020 contractors and supervisors, mechanic trades, 72021 contractors and supervisors, heavy equipment operator crews, 72022 supervisors, printing and related occupations, 72023 supervisors, railway transport operations, 72024 supervisors, motor transport and other ground transit operators, 72025 supervisors, mail and message distribution occupations, 72100 machinists and machining and tooling inspectors, 72101 tool and die makers, 72102 sheet metal workers, 72103 boiler makers, 72104 structural metal and plate work fabricators and fitters, 72105 iron workers, 72106 welders and related machine operators, 72200 electricians except industrial and power system, 72201 industrial electricians, 22231 engineering inspectors and regulatory officers, 22232 occupational health and safety specialists, 22233 construction inspectors, 22300 civil engineering technologists and technicians, 22301 mechanical engineering technologists and technicians, 22302 industrial engineering and manufacturing technologists and technicians, 22303 construction estimators, 22310 electrical and electronics engineering technologists and technicians, 22311 electronic service technicians, 22312 industrial instrument technicians and mechanics, 22313 aircraft instrument, electrical and avionics mechanics technicians and inspectors, 32100 opticians, 32101 licensed practical nurses, 32102 paramedical occupations, 32103 respiratory therapist, clinical perfusionist and cardiopulmonary technologist,
32104 Animal Health Technologist and Veterinary Technicians. 72202 Power System Electricians. 72203 Electrical Power Line and Cable Workers. 72204 Telecommunications Line and Cable Installers and Repairers. 72205 Telecommunications Equipment Installation and Cable Television Service Technicians. 72300 Plumbers. 72301 Steam Fitters, Pipe Fitters and Sprinkler System Installers. 72302 Gas Fitters. 72310 Carpenters. 72311 Cabinet Makers. 72320 Bricklayers. 72321 Insulators. 72400 Construction Millwrights and Industrial Mechanics. 72401 Heavy Duty Equipment Mechanics. 72402 Heating, Refrigeration and Air Conditioning Mechanics. 72403 Railway Carman or Woman. 72404 Aircraft Mechanics and Aircraft Inspectors. 72405 Machine Fitters. 72406 Elevator Constructors and Mechanics. 72410 Automotive Service Technicians, Truck and Mechanics and Mechanic Repairers. 72411 Auto Body Collision. ഇത്രയുമാണ് ആദ്യത്തെ ഭാഗത്ത്. ഇതിനൊരു ബാക്കി ഭാഗം കൂടി ഉണ്ട്, അതുകൂടി വായിക്കാം. അടുത്തായിട്ടുള്ളത് 32109 അതർ ടെക്നിക്കൽ ഒക്യുപ്പേഷൻസ് ഇൻ തെറാപ്പി ആൻഡ് അസസ്മെൻറ്റ്. 32110 ഡെൻറ്റുറിസ്റ്റ്. 32111 ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആൻഡ് ഡെൻ്റൽ തെറാപ്പിസ്റ്റ്. 32112 ഡെൻ്റൽ ടെക്നോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്. 32120 മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്. 32121 മെഡിക്കൽ റേഡിയേഷൻ ടെക്നോളജിസ്റ്റ്. 32122 Medical Sonographers. 32123 Cardiology Technologist and Electrophysiological Diagnostic Technologist. 32124 Pharmacy Technicians. 32129 Other Medical Technologists and Technicians. 32200 Traditional Chinese Medicine Practitioners and Acupuncturists. 32201 Massage Therapist. 32209 Other Practitioners of Natural Healing. 42102 Specialized Members of the Canadian Armed Force. 42202 Early Childhood Educators and Assistants. 72010 Contractors and Supervisors Machining, Metal Forming, Shaping and Erecting Trades and Related Occupations. Refinishing and Glass Technicians and Damage Repair Estimators. 72420 Oil and Solid Fuel Heating Mechanics. 72421 Appliance Services and Repairers. 72422 Electrical Mechanics. 72423 Motorcycle, All-Terrain Vehicle and Other Related Mechanics. 72429 Other Small Engine and Small Equipment Repairers. 72500 Crane Operators. 72501 Water Well Drillers. 72600 Air Pilots, Flight Engineers and Flying Instructors. 72601 Air Traffic Controllers and Related Occupations. 72602 Deck Officers, Water Transport. 72603 Engineer Officers, Water Transport. 72604 Railway Traffic Controllers and Marine Traffic Regulators. 72999 Other Technical Trades and Related Occupations. 82010 Supervisors, Logging and Forestry. 82020 Supervisors, Mining and Quarrying. 82021 Contractors and Supervisors, Oil and Gas Drilling and Services. 72011 Contractors and Supervisors, Electrical Trades and Telecommunication Occupations. 72012 Contractors and Supervisors, Pipe Fitting Trades. 72013 Contractors and Supervisors, Carpentry Trades. 82030 Agricultural Services, Contractors and Farms Supervisors. 82031 Contractors and Supervisors, Landscaping, Grounds Maintenance and Horticulture Services. ഇത്രയുമാണ് Tier 2 ജോബ് ഒക്യുപ്പേഷനിൽ വരുന്നത്. Tier 2-നേക്കാളും കുറച്ചും കൂടി കുറവായിട്ടാണ് Tier 3 ഒക്യുപ്പേഷൻസ് വരുന്നത്. എന്തായാലും നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം തുടങ്ങുന്നത് 33100 Dental Assistants and Dental Laboratory Assistants. 33101 Medical Laboratory Assistants and Related Technical Occupations. 33102 Nurse Aides, Orderlies and Patient Service Associate. 33103 Pharmacy Technical Assistants and Pharmacy Assistants. 33109 Other Assisting Occupations in Support of Health Service.
43100 elementary and secondary school teacher assistants. 43204 operations members of the Canadian Armed Force. 53200 athletes. 53201 coaches. 73100 concrete finishers. 73101 tile setters. 73102 plasterers, drywall installers and finishers and lathers. 73110 roofers and shinglers. 73111 glaziers. 73112 painters and decorators. 73113 floor covering installers. 73200 residential and commercial installers and servicers. 73201 general building maintenance workers and building superintendents. 73202 pest controllers and fumigators. 73209 other repairers and servicers. 73300 transport truck drivers. 73301 bus drivers, subway operators and other transit operators. 73310 railway and yard locomotive engineers. 73311 railway conductors and brakemen or women. 73400 heavy equipment operators. 73401 printing press operators. 73402 drillers and blasters including surface mining, quarrying and construction. 83100 underground production and development miners. 83101 oil and gas well drillers, servicers, testers and related workers. 83110 logging machinery operators. 83120 fishing masters and officers. 83121 fishermen or women. ഇത്രയുമാണ് Tier 2ഉം Tier 3ഉം അടങ്ങുന്ന occupations for SOWP apply. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. കൂടുതൽ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചുള്ള, അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ ഇനി PNP പ്രോഗ്രാംസ്, ഇമിഗ്രേഷൻസ് ഒക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് തല്ലി പൊട്ടിച്ചേക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും എന്ന് പറയുന്ന ബട്ടൺ എനാബിൾ ചെയ്യുക. അതുപോലെ നമുക്ക് ഓൾറെഡി ജോബിനെ കുറിച്ചാണെങ്കിലും അക്കോമഡേഷനെ കുറിച്ചാണെങ്കിലും PR, ഇമിഗ്രേഷൻ, അതുപോലെ കാനഡയിലെ ന്യൂസുകൾ, കോമൺ അപ്ഡേറ്റ്സ്, കോമൺ ടോപ്പിക്സിനെ കുറിച്ച് എല്ലാ ഇതും നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഹാവ് എ ഗ്രേറ്റ് വൺ. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.